സ്വകാര്യ ലാബ് അധികൃതരുടെ പിഴവ് മൂലം ഇല്ലാത്ത തൈറോയിഡിന് മരുന്ന് കഴിച്ച് പാർശ്വഫലങ്ങൾ അനുഭവിക്കേണ്ടി വന്ന വീട്ടമ്മ നീതി തേടി നിയമവഴിയിലേക്ക് നീങ്ങുകയാണ്. ഹൃദയ സംബന്ധമായ അസുഖത്തിന് ചികിത്സയിലിരിക്കുന്ന ലതാകുമാരിക്കാണ് സ്വകാര്യ ലാബ് അധികൃതരുടെ അനാസ്ഥ മൂലം ഇല്ലാത്ത രോഗത്തിന് മരുന്ന് കഴിക്കേണ്ടി വന്നത്. തിരുവനന്തപുരം ഉള്ളൂരിലെ സ്വകാര്യ ലാബിനെതിരായാണ് പരാതി നൽകിയിരിക്കുന്നത്. രക്തത്തിലെ ക്രിയാറ്റിൻ അളവ് പരിശോധിക്കാനായിട്ടാണ് ലതാകുമാരി ഉള്ളൂരിലെ സ്വകാര്യ ലബോറട്ടറിയിൽ രക്തം പരിശോധനയ്ക്ക് കൊടുത്തത്. ലഭിച്ചത് 3 പേജുകളുള്ള ഒരു പരിശോധന ഫലമായിരുന്നു. ഇതോടെ നെടുമങ്ങാടുള്ള പ്രൈമറി ഹെൽത്ത് സെന്റർ ഡോക്ടറെ കാണിക്കുകയും പേര് ശ്രദ്ധിക്കാത്ത റിപ്പോർട്ട് വായിച്ചു നോക്കിയ ഡോക്ടർ തൈറോയിഡിനുള്ള മരുന്ന് കുറിക്കുകയും ചെയ്തു. മരുന്ന് കഴിച്ചതിനു ശേഷം ലതയ്ക്ക് ശരീരത്തിൽ നീരും രക്തസ്രാവവും ഉണ്ടായി. തുടർന്ന് വീണ്ടും ഡോക്ടറെ കണ്ടപ്പോഴാണ് പരിശോധന ഫലം മാറിയതായി ഡോക്ടറും പറയുന്നത്. സ്വകാര്യ ലാബിൽ തൈറോയ്ഡ് പരിശോധനയ്ക്കെത്തിയ അനീഷ് എന്ന വ്യക്തിയുടെ ലാബ് റിപ്പോർട്ടാണ് ലതയ്ക്ക് നൽകിയത്. ലതാകുമാരിക്ക് തൈറോയ്ഡ് ഇല്ലായിരുന്നു. എന്നാൽ അനീഷിന്റെ റിപ്പോർട്ട് കാണിച്ചതിനാലാണ് ഡോക്ടർ തൈറോയിഡിനുള്ള മരുന്ന് നൽകിയത്. അതിന്റെ പാർശ്വഫലമായി ശരീരത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടായി. നെടുമങ്ങാട് PHSCയിലെ ഡോക്ടർക്കും ചികിത്സയിൽ ഗുരുതര പിഴവാണ് സംഭവിച്ചതെന്ന് ലതാകുമാരി ആരോപിക്കുന്നു. പിഴവ് മനസ്സിലാക്കിയ ശേഷം ലാബിൽ വിളിച്ചപ്പോൾ നേരിട്ട് വരാൻ പറയുകയും നേരിട്ടെത്തി റിപ്പോർട്ടുകൾ പരിശോധിച്ച ശേഷം റിസപ്ഷനിൽ ഇരുന്ന ജീവനക്കാരിയുടെ പിഴവാണെന്ന് പറഞ്ഞ് കൈയൊഴുകുകയും ചെയ്തു. വേണമെങ്കിൽ ജീവനക്കാരിയുടെ പേരിൽ പരാതി നൽകാൻ ലാബ് അധികൃതർ നിർദ്ദേശിച്ചുവെന്നും ലതാകുമാരി പറയുന്നു. സംഭവത്തിൽ മെഡിക്കൽ കോളേജിൽ പോലീസിലാണ് ലതാകുമാരി പരാതി നൽകിയത്. ഇനിയും ആർക്കും ഈ അവസ്ഥ വരരുതെന്നും സ്വകാര്യ ലാബുകൾ ഉത്തരവാദിത്തത്തോടെ പെരുമാറണമെന്നും പറഞ്ഞാണ് ലതാകുമാരി പരാതി നൽകിയിരിക്കുന്നത്. ഇതുപോലുള്ള നിരവധി വാർത്തകളാണ് നാം ദിനംപ്രതി കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടാതെ 2016 ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. തിരുവനന്തപുരം തിരുമല സ്വദേശി സന്ധ്യ രക്തം പരിശോധിക്കാൻ എത്തിയപ്പോഴാണ് 55-കാരനായ സുഭാഷ് എന്നയാളുടെ റിസൾട്ടുമായി മാറി നൽകിയത്. അതേസമയം രക്തം പരിശോധിക്കുന്ന വിഭാഗവും അതിന്റെ ഫലം നൽകുന്ന വിഭാഗവും രണ്ടും രണ്ടാണ്. അപ്പോൾ റിസൾട്ട് മാറി നൽകി എന്നതിൽ പരിശോധനയുടെ കൃത്യതയെ കുറ്റം പറയുന്നതിൽ അർത്ഥമില്ലെന്നും അധികൃതർ പറഞ്ഞിരുന്നു. തൈറോയ്ഡ് ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, കിഡ്നി ഫംഗ്ഷൻ ടെസ്റ്റ് എന്നീ ടെസ്റ്റുകൾ എടുക്കാനായാണ് സന്ധ്യ പബ്ലിക് ലബോറട്ടറിയിലെത്തിയത്. എന്നാൽ ഫലം ലഭിച്ചപ്പോൾ കൊളസ്ട്രോളും ഷുഗറും പരിശോധിച്ചതിന്റെ ഫലമാണ് സന്ധ്യയ്ക്ക് ലഭിച്ചത്. ഇതുമായി ആശുപത്രിയിലെത്തുകയും ഡോക്ടർ നൽകിയ മരുന്ന് കഴിക്കുകയും ചെയ്തു. അപ്പോൾ ഇതുപോലുള്ള സംഭവങ്ങൾ നമ്മുടെ സമൂഹത്തിൽ വേറെയുമുണ്ട്. ഇതേപോലുള്ള അനാസ്ഥകൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ ശിക്ഷാ നടപടികൾ എടുക്കേണ്ടത് അനിവാര്യമാണ്.